5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ത്യൻ സേനയിൽ ക്യാപ്റ്റനാണോ മേജറാണോ വലുത്? ചില സമയത്ത് ക്യാപ്റ്റൻ താരമാകും, ചില സമയത്ത് മേജർ താരമാകും, ചിലപ്പോൾ പട്ടാളക്കാരനും താരമാകും, ചിലപ്പോൾ വലിയ ആളുകളും താരമാകും. 2 വനിതകൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ 2 വനിതകളാണ്. അവർ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരല്ല, എന്നാൽ പോലും വളരെ വലിയ റാങ്കിലുള്ള 1ാം നിലയിലുള്ള ഉദ്യോഗസ്ഥരല്ല. എന്നിട്ടും അവർക്ക് വലിയ പബ്ലിസിറ്റി PR ആണ് ഇന്ത്യയിൽ ലഭിച്ചത്. കാരണം അവരെ കൊണ്ട് പത്രസമ്മേളനമൊക്കെ നടത്തിയെന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ക്യാപ്റ്റനാണോ മേജറാണോ വലുത് എന്നുള്ള ചർച്ചയ്ക്ക് സ്കോപ്പില്ല. ചില സമയത്ത് ക്യാപ്റ്റന് PR വർക്കിലൂടെ ക്യാപ്റ്റന് ഒരു അപ്പർ ഹാൻഡ് കിട്ടും, അല്ലെങ്കിൽ പബ്ലിക് അറ്റൻഷൻ കിട്ടും. ചിലപ്പോൾ ക്യാപ്റ്റനുള്ളപ്പോൾ തന്നെ മേജറിന് കിട്ടും. മേജറുടെ അനുവാദത്തോടു കൂടി ക്യാപ്റ്റൻ ചിലപ്പോൾ ഷൈൻ ചെയ്യും. ക്യാപ്റ്റൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മേജർക്ക് അതിൻ്റെ ഗുണവും കൊടുക്കും. അങ്ങനെ മേജർ ക്യാപ്റ്റൻ കളിയിൽ കേരളത്തിൽ രമേശ് ചെന്നിത്തലയും സതീശനും ഒളിയമ്പുകൾ അയച്ചു തുടങ്ങി. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറയുമ്പോൾ, ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഇതാണ് കോൺഗ്രസിനെ കുറിച്ച് പറയാവുന്ന ഒറ്റ സെൻറ്റൻസിൽ പറയാവുന്നൊരു ഉപമ. ആലുങ്ക അതുവരെ ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. അതുവരെ കാക്ക ഇങ്ങനെ ആലുങ്ക പഴുക്കാനായിട്ട് കാത്തിരുന്ന് പഴുക്കുമ്പോൾ കാക്കയ്ക്ക് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ പഠിക്കൽ കൊണ്ടുടയ്ക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ പല പ്രത്യേകതകളും. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നേരത്തെയുള്ള ഗവൺമെൻറ്റിന് ഒരു തുടർച്ച വരുമായിരുന്നു. ആ തുടർച്ച വരാൻ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് സരിതയെന്നും സോളാറെന്നും ഒക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ അകത്തുനിന്നും പുറത്തുനിന്നും വെളിയിൽ നിന്നും മുംബൈയിൽ നിന്നും പിൻപിൽ നിന്നും എല്ലാവരും കൂടെ തള്ളി മറിച്ച് ആ ഗവൺമെൻറ് പോയി. ഇപ്പോൾ ഇതാ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ കൂടെ ഇല്ലാതാക്കുന്ന രീതിയിൽ ക്യാപ്റ്റൻ രംഗത്തുണ്ട്, മേജറും രംഗത്തുണ്ട്. പിന്നെ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ ക്യാപ്റ്റൻ്റെ ഇൻ്റർവ്യൂ എടുത്താൽ അത് ബിനു വിജയൻ എടുക്കുമ്പോൾ ഇപ്പുറത്ത് മറ്റൊരു ചാനലിൽ നമ്മൾ മേജറുടെ ഇൻ്റർവ്യൂ എടുത്തിരിക്കും. അപ്പോൾ 2 കൂട്ടരുടെ ഇൻ്റർവ്യൂ ചാനലുകൾ മാറി മാറി എടുക്കും. ചിലപ്പോൾ ഒരേ ചാനൽ തന്നെ എടുക്കും. ഏഷ്യാനെറ്റാണ് ഇപ്പോൾ 2 പേരുടെയും ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് മനസ്സിലാക്കുന്നു. അപ്പോൾ ചാനലുകൾ ഇങ്ങനെ ഇൻ്റർവ്യൂകൾ എടുക്കുമ്പോൾ അതിൽ ഒളിയമ്പുകൾ കഴിക്കും. ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പറയാതെ പറയും, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം, വരികൾക്കിടയിൽ വായിക്കാം. ഇതൊക്കെയാണ് രാഷ്ട്രീയം. അപ്പോൾ ഇവിടെ പറയാതെ പറയുന്നു, ഒളിയം വായിക്കുന്നു, വരികൾക്കിടയിൽ വായിക്കേണ്ടി വരുന്നു. രമേശ് ചെന്നിത്തല പറയുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒരുപാട് പല ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചു, എന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയില്ലല്ലോ, പത്രമേ അല്ലെങ്കിൽ മീഡിയയെ, നിങ്ങളെന്തിനാന്ന് എന്നെ ക്യാപ്റ്റൻ ആക്കാത്തെന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങളെന്തിന് ക്യാപ്റ്റൻ ആക്കി എന്നൊരു, അല്ലെങ്കിൽ സതീശൻ എന്തിന് ക്യാപ്റ്റൻ ആക്കി എന്നൊരു ചോദ്യം കൂടെ അതിനകത്തുണ്ട്. അപ്പോഴാണ് സതീശൻ ഉടൻ തന്നെ ആ പത്രക്കാരെടുത്തെത്തും. ഇവരെങ്ങനെയാണ് എപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് പത്രക്കാരെടുത്തെത്തുന്നു എന്നുള്ളത് വേറൊരു തമാശയാണ്. ഇവരിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് ഉടൻ തന്നെ സതീശൻ പറഞ്ഞു, ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അപ്പുറത്ത് മേജറാണ്. അപ്പോഴാണ് സണ്ണി ജോസഫ് കണ്ണൂരിൽ നിന്നുകൊണ്ടോ തിരുവനന്തപുരത്ത് എവിടെയാണെന്നറിയില്ല, സണ്ണി ജോസഫ് ചോദിച്ചു, അപ്പോൾ പിന്നെ ഞാനാരാ KPCC പ്രസിഡന്റ്? കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ സംഘടനാ ചുമതല എന്നുള്ള നിലയിൽ KPCC പ്രസിഡന്റിന് വലിയ റോളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുരളീധരനൊരു സംശയം വരും, ഞാനാരാ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും ഇതിനകത്തുണ്ടല്ലോ. ശശി തരൂരിന് ഇപ്പോൾ സംശയം വരാൻ സാധ്യതയില്ല, കാരണം അദ്ദേഹം ഡൽഹിയിലാണ്, കേരളത്തിലേക്ക് ഇപ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അതേസമയം കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാണ്? ശശി തരൂരാണോ, അതോ പിന്നെ സതീശനാണോ, നമ്മുടെ രമേശ് ചെന്നിത്തലയാണോ, അതോ KC വേണുഗോപാലാണോ? ആരാണെന്നറിയില്ല. എന്തായാലും KC വേണുഗോപാലിന് വേണ്ടി ഒരു ഗ്രൂപ്പ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. KC വന്നത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് പറയുന്നത്. അതേസമയം പിന്നെ സതീശൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇത് ജയിച്ചു എന്ന് പറയുന്നു. എല്ലാവരും കൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് ജയിച്ചു എന്ന് പറയുന്നു. പിന്നെ രമേശ് ചെന്നിത്തല ഒന്നുകൂടി കടത്തി പറഞ്ഞിട്ടുണ്ട്, അവിടെ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല ജയിച്ചത്, അവിടെ മുസ്ലിം ലീഗ് ഇറങ്ങി, പാണക്കാട് ശിഹാബ് തങ്ങൾ, അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടുകാരും അല്ലെങ്കിൽ കുടുംബക്കാരും തറവാട്ടുകാരും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും MK മുന്നിലടക്കമുള്ള കുഞ്ഞാലി സാഹിബും ഒക്കെ അടങ്ങി ആ വലിയ സംഘം ഇറങ്ങിയത് കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നിലമ്പൂരിൽ. അല്ലാതെ ഈ സതീശൻ്റെ ക്യാപ്റ്റൻസിക്കൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല പറയാതെ പറയണം. അപ്പോൾ എന്തായാലും നമുക്കറിയേണ്ടത് ക്യാപ്റ്റനാണോ മേജറാണോ ഗോളടിക്കാൻ പോകുന്നത്. ചില കളികളിൽ ക്യാപ്റ്റനും ഗോളടിക്കാറുണ്ട്, ചിലപ്പോൾ മേജറും ഗോളടിക്കും. എന്തായാലും ഇതിലിപ്പോൾ ആരാണ് ഗോളടിക്കുക എന്ന് നമുക്കറിയില്ല. എന്നാൽ 2 കൂട്ടരും ഷർട്ട് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 പേരും പ്രസ്താവനകൾ ഇറക്കുന്നു. ഇനിയിപ്പോൾ പല നാടകങ്ങളും നമുക്ക് അടുത്തൊരു 10 മാസം കൊണ്ട് കാണാം. ഒരുപാട് സെമിനാറുകൾ കാണാൻ പറ്റും, വികസന പരിപാടികൾ കാണാൻ പറ്റും, യാത്രകൾ കാണാൻ പറ്റും, സന്ദർശനങ്ങൾ കാണാൻ പറ്റും. PR വർക്കിൻ്റെ ഒരു മേളയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും മേജറാണോ ക്യാപ്റ്റനാണോ വലുത് എന്നുള്ളത് വരും ദിവസങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഇനി മേജറും ക്യാപ്റ്റനും കൂടെ ഒന്നിച്ചാലും ബാക്കി ഞാൻ പറഞ്ഞല്ലോ സണ്ണി ജോസഫ് പോലുള്ള ആളുകൾക്ക് ഏത് പദവി കൊടുക്കും? പിന്നെ K. സുധാകരൻ ഉണ്ട് ഇവിടെ, അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്.
കെ മുരളീധരനുണ്ട്, അങ്ങനെ പല ആളുകളും ഉണ്ട് ഇവിടെ, കെ സി വേണുഗോപാൽ, ഇങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ഉണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ കളിയിൽ എന്താണ് അവസരം കൊടുക്കുക, ആരാണ് ക്യാപ്റ്റൻ, ആരാണ് ഗോളി, അല്ലെങ്കിൽ കോച്ച് ആരാണ്, കളിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ 2 സീറ്റ് പങ്കുവച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഒന്ന് ക്യാപ്റ്റനും ഒന്ന് മേജറും. അത് രണ്ടിലും ഇനി ആരും കയറി അവകാശവാദം ഉന്നയിക്കരുത്.